ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പുതിയ വീഡിയോ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ്. തിങ്കളാഴ്ച രാവിലെ എടുത്തതാണ്. 1-ാം തീയതി ആയതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വീടിൻ്റെ അടുത്തുള്ള കേളേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ശിവക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പോയി നന്നായിട്ട് തൊഴുതു. ഇച്ചിരി തിരക്കുണ്ടായിരുന്നു, രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഇനിയൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ പ്രഭാത ഭക്ഷണത്തിനാണെന്ന് തോന്നുന്നു ആഹാരം പാകം ചെയ്യുന്നത് കാണാമായിരുന്നു. കുറച്ചുകൂടെ അപ്പുറത്തൊരു പള്ളിയുണ്ട്. അവിടെ പെരുന്നാൾ എന്തോ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ദീപാലങ്കാരമാണ് കാണുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം, മുത്താരമ്മ ക്ഷേത്രമാണ്. വീട്ടിൽ വന്ന ശേഷം പൊങ്കൽ വെച്ചു. ഞാൻ മുറ്റത്ത് ഇതുവരെയും പൊങ്കൽ ഇട്ടിട്ടില്ല. എപ്പോഴും ഗ്യാസിലാണ് വെക്കുന്നത്. പൊങ്കലായ ശേഷം ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് ദീപാരാധന കാണിച്ചെടുത്തു. അപ്പോൾ വെളുപ്പിനിട്ട കോലമാണ്. എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇതുപോലെ സിമ്പിളായിട്ട് ഒരു കോലം ഇടും. കോലം ഇടുന്ന വീഡിയോ ഞാൻ രാവിലെ വീഡിയോ എടുത്തതായിരുന്നു. പക്ഷേ അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും കാണുന്നില്ല, സേവായിട്ടുണ്ടാവത്തില്ല. രാവിലെ ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. പിന്നെ ആ പ്രസാദം, പൊങ്കൽ പ്രസാദം കൂടെ ആയിരുന്നു. ഞാനത് വിചാരിച്ചത് കിസ്മിസ് എന്നാണ് വിചാരിച്ചത്. കിസ്മിസ് അല്ല, ശർക്കരയുടെ ചെറിയ പീസായിരുന്നു. അത് ശരിക്കും അലിഞ്ഞിട്ടില്ലായിരുന്നു. കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. കുടിക്കുന്ന വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് തുളസി പറിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു 4-5 ഇല ഇടും ഞാൻ. അപ്പോൾ എടുത്ത വീഡിയോ ആണിത്. തുളസി കാട് പോലെ വളർന്ന് നിൽക്കുകയായിരുന്നു. ഇതിപ്പം എന്താണെന്ന് അറിയത്തില്ല. വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട്. തണുപ്പായതുകൊണ്ട് ഇങ്ങനെ ആയതാണോ എന്നറിയില്ല. ഇന്ന് പിന്നെ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എല്ലാം വീടൊക്കെ വൃത്തിയാക്കി തൂത്ത് തുടച്ചൊക്കെ ഇട്ടിരുന്നത് കൊണ്ട് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു. ഉച്ചത്തേക്കും കൂടെ ചേർത്താണ് സാമ്പാർ വെച്ചത്. അപ്പോൾ ചോറും സാമ്പാറും അവിയലുമായിരുന്നു ഉച്ചയ്ക്ക്. ഇപ്പം കുറച്ച് വർഷമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ. മകരവിളക്കിൻ്റെ അന്ന് വൈകിട്ട് ഇതുപോലെ നടയിൽ 2 ചിരാത്ത് കത്തിച്ച് വയ്ക്കും. പിന്നെ എല്ലാ വർഷത്തെയും പോലെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മകരവിളക്ക്. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്.